രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാനാകാതെ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് തുടരുന്നു. ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാർ പരിഹരിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്താത്തതാണ് കാരണം. ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B മെയിൻ്റനൻസ് ഹാങ്കറിലേക്ക് ഇതുവരെ മാറ്റിയിട്ടുമില്ല. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഇത് പലതരത്തിൽ പരിഗണിക്കും എന്ന് അറിയിച്ചിരുന്നു, പക്ഷേ സാങ്കേതിക വിദഗ്ധരും തന്നെ ഇപ്പോഴും എത്തിയിട്ടില്ലാത്ത സാഹചര്യമാണ്. എന്താണ് വിവരങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ മാസം 14-ാം തീയതി രാത്രി 9:30 കൂടിയാണ് തിരുവനന്തപുരത്ത് ഒരു അടിയന്തര ലാൻഡിംഗ് ബ്രിട്ടീഷ് വിമാനം നടത്തിയിട്ടുള്ളത്. F-35 എന്ന് പറയുന്ന യുദ്ധവിമാനമാണ്, ഫൈറ്റർ ജെറ്റാണ്. അത് അവിടെ ഇറക്കിയതിന് ശേഷം, ഇന്ധനം കുറഞ്ഞതിന് ശേഷമാണ് അടിയന്തര ലാൻഡിങ്ങിന് ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ എയർപോർട്ട് പക്ഷേ അതിന് ശേഷമാണ് ഇത് തിരികെ ഇന്ധനം നിറച്ചതിന് ശേഷം തിരികെ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാന തകരാറുണ്ടായി എന്നുള്ളതാണ് വിദഗ്ധർ ഫ്ലൈറ്റ് ഹാങ്ങറിലേക്ക് മാറ്റി പങ്കുവെക്കുകയും ചെയ്തത്. എയർപോർട്ട് അതോറിറ്റിയുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പൈലറ്റ് അടക്കമുള്ളവർ മടങ്ങിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ബേ 4-ൽ ഈ ഒരു VIP വിമാനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഇതിനെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതിന് വാടക എയർപോർട്ട് അതോറിറ്റി ഈടാക്കേണ്ടതാണ്. നിലവിൽ അതിന് വാടക ഈടാക്കിയിട്ടില്ല. കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും ഏത് തരത്തിലാണ് ഇതിന്റെ വാടക ഈടാക്കേണ്ട കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക. ഫൈറ്റർ ജെറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ വിമാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വാടക അടക്കമുള്ള കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച ശേഷം മാത്രമായിരിക്കും പരിഹരിക്കുക. എന്തായാലും ഒരു അത്യാധുനിക സംവിധാനത്തിലുള്ള ഒരു യുദ്ധവിമാനമാണ്. ആ യുദ്ധവിമാനത്തിന്റെ സാങ്കേതികതയും ഒപ്പം തന്നെ അതിന്റെ രഹസ്യ സ്വഭാവവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബ്രിട്ടൻ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ എത്തി പരിശോധന നടത്തി പരിഹാരം കാണാമെന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഹാങ്ങറിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങളിലും ഒപ്പം തന്നെ രഹസ്യ വിവരങ്ങൾ ചോർത്താനുള്ള സാഹചര്യങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ നിന്നുള്ള സംഘം, പ്രത്യേക വിദഗ്ധരടക്കുന്ന സംഘം എത്തുമെന്നുള്ളത് ബ്രിട്ടീഷ് അറിയിച്ചത്. പക്ഷേ ആ ഒരു സംഘം ഇതുവരെയും എത്തിയിട്ടില്ല. ഈ ഒരു ഫ്ലൈറ്റ് എപ്പോൾ തിരിച്ചു മടങ്ങുമെന്നുള്ള കാര്യത്തിലും അത് എങ്ങനെ ഇനി ഇവിടെ തുടരുമോ, അത് എന്തായിരിക്കും അതിൻ്റെ ഭാവി എന്ന കാര്യത്തിലും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. എന്തായാലും വിദഗ്ധ സംഘം എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഹാങ്ങറിലേക്ക് മാറ്റിയാൽ മാത്രമേ ഹൈഡ്രോളിക് സംവിധാനത്തിൽ, അതായത് ഉയർന്നു പൊങ്ങാൻ പറക്കാനുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതടക്കം പരിഹരിച്ച ശേഷമായിരിക്കും ഇത് തിരികെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റുകളിൽ, അതായത് ഈ വിമാനങ്ങൾ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഗ്ലോബ് മാസ്റ്റർ അടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ ഇതിൻ്റെ വിദഗ്ധ പരിശോധനയും ഒപ്പം തന്നെ ഇതിൻ്റെ സംവിധാനത്തിലെ തകരാറുകൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്കും ബ്രിട്ടൻ കടക്കും. എന്തായാലും ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 14-ാം തീയതി എത്തിയ ആ ഒരു ഫൈറ്റർ ജെറ്റ് ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ബേ 4-ൽ തുടരുകയാണ്. വീണ. ഓക്കെ, ശരി ശാലിനി.